പിന്നെ ഈ വണ്ടിയിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതിൻ്റെ ടയറാണ് ഇഷ്യൂ. ടയറിൽ നമ്മൾ എത്ര കാറ്റടിച്ചാലും എയർ നിൽക്കാറില്ല. പെട്ടെന്ന് അങ്ങ് ഔട്ടാവുന്ന ഫീലാണ് കേട്ടോ. അപ്പോൾ ഈ ടയറിൻ്റെ മാനുഫാക്ചർ ഇയർ നോക്കിയാൽ മനസ്സിലാവും. 2023 മാനുഫാക്ചറാണ്. വണ്ടിയും ആ വർഷമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതെന്താ കാരണം ചെക്ക് ചെയ്ത് നോക്കാം. സിമ്പിൾ പരിപാടിയാണ്. നന്നായിട്ട് എയർ അടിക്കുക, കുറച്ച് ഷാമ്പൂ ഇങ്ങനെ സ്പ്രേ ചെയ്യുക കേട്ടോ. ആ എയർ അടിക്കുന്ന സമയത്ത് കുറച്ച് പ്രഷർ ഇത് അടിക്കാൻ ശ്രമിക്കുക. ഒരു 50 പൗണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താ കാരണം എന്ന് മനസ്സിലാവുള്ളൂ. ഇതാണ് റീസൺ. ഇത് ഈ കാണുന്ന കണ്ടില്ലേ, ബബിൾസ് വരുന്നില്ലേ, എയർ ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അലോയിയുടെ ടയറിൻ്റെയും ലോക്കിംഗ് പാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് എയർ പുറത്തോട്ട് പോവുകയാണ്. അതാണ് മെയിൻ കാരണം. അപ്പം ഇതിന് പല സൊല്യൂഷൻസൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ കാറിലൊക്കെ സാധാരണ കണ്ടുവരുന്നതാണ്. അത് എന്താ, ഉള്ളിൽ ഫംഗസ് പിടിച്ചിട്ടാണ് അലോയ്സിൽ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പം ഇത് നമ്മൾ ടയറിളക്കി ക്ലീൻ ചെയ്തിട്ടാലും ഈ ടയറിന് ആ പ്രശ്നം സോൾവ് ആവത്തില്ല കേട്ടോ. ഒത്തിരി വഴികളൊക്കെ കൊണ്ട് ക്ലീൻ ചെയ്തിടുക, ഗ്രീസ് കയറ്റുക, പിന്നെ എന്താ ഓയിൽ പുരട്ടൊക്കെ എന്ത് പണി ചെയ്താലും ഈ ടയർ ഒരു രക്ഷ ഉണ്ടാവില്ല. കാര്യം ഇത് മാനുഫാക്ചർ ഡിഫക്റ്റ് എന്ന് CAT സമ്മതിച്ചാണ്. 2023 ഇറങ്ങിയിട്ട് എല്ലാ ടയറുകളും ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഇനി ടയർ നമുക്ക് റീപ്ലേസ്മെൻ്റ് ആണ്. ഇതാണ് പുതിയ ടയർ. ഒരു ടയർ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാനുഫാക്ചർ ഇയർ നോക്കിയിട്ട് മാത്രമേ ടയർ വാങ്ങാവൂ, അല്ലെങ്കിൽ പണി പാളും കേട്ടോ, പ്രത്യേകിച്ച് EV ടയറുകളിൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, സെയിം സ്റ്റോക്ക് ടയറാണ്. അത് ഈ ടയറിൻ്റെ പേര് വന്നിട്ട് എനർജി റൈഡർ EV എന്ന സാധനമാണ്. ഇത് പക്ക EV ടയറാണ്, CAT ആണ് സാധനം. അപ്പോൾ ഒന്നേന്ന് പറയാനുള്ളൂ, ടയർ വാങ്ങുമ്പോൾ കുറച്ച് നേരം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും, പ്രത്യേകിച്ച് EV ടയറുകളിൽ. ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. നോർമൽ പ്രഷർ അടിക്കണം 33 ആണ്. ഇതൊരു 55 അടിച്ചിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യണം. ഇനി ഇതിലും ലീക്ക് ഉണ്ടോ എന്ന് അറിയണം, എന്നാൽ മാത്രമേ സമാധാനമുള്ളൂ. അപ്പോൾ ഷാമ്പൂ ഇടുക, ഒന്ന് വെയിറ്റ് ചെയ്യുക, എവിടെയെങ്കിലും ബബിൾസ് വരാമെന്ന് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. 2024 ഇറങ്ങിയ സ്റ്റോക്കും 2025 നിലവിലുള്ള ടയേഴ്സിനൊന്നും ഈ ഇഷ്യൂ ഇല്ല കേട്ടോ. ലീക്കേജ് ഒന്നുമില്ല, പക്കയാണ്. അപ്പോൾ നമ്മൾ വൺ സൈഡ് മാത്രമേ നോക്കിയുള്ളൂ. അത് അടുത്ത സൈഡ് മറിച്ചിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം ഒന്നേ പറയാനുള്ളൂ, ടയറൊക്കെ നമ്മൾ സിമ്പിൾ കാര്യമാണ്, വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സമയങ്ങളിൽ എയർ ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഈ വണ്ടിയിൽ എയർ അടിക്കുന്ന കുറച്ച് ടാസ്ക്കാണ്. കഴിവതും ടയർ ഷോപ്പിൽ നിന്ന് അടിക്കുന്ന നന്നായിരിക്കും. ഈ പെട്രോൾ പമ്പിൽ നിന്നൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ നോബിനെയൊക്കെ വലിച്ച് പിടിച്ചടിക്കുന്ന സമയത്തൊക്കെ ലീക്കേജ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതിൻ്റെ വാൽവൊക്കെ നമുക്ക് ഭയങ്കര ടാസ്ക്കാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടയർ നല്ല മാക്സിമം ലൈഫ് എടുക്കാൻ പറ്റും. അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ലീക്കേജ് ഒന്നുമില്ല, പക്ക അടിപൊളി. അപ്പോൾ ഒന്നേന്ന് പറയാനുള്ളൂ, ഒലയുടെ S1 Proയെ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, ഇനി വരാൻ പോകുന്ന S1 Pro Gen 3 Pro Plusനും ഈ ടയറാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പുറകിലെ ടയറിൻ്റെ ലൈഫ് മിനിമം 18,000 കിലോമീറ്റർ ഓടുന്നുണ്ട്, മാക്സിമം 30,000 കിലോമീറ്റർ പ്ലസ് ഓടുന്നുണ്ട്. ഇത് ഫ്രണ്ടിലാണെങ്കിൽ 60,000 കിലോമീറ്റർ ആയിട്ട് പോലും ആൾക്കാർ ടയർ മാറുന്നില്ല. അത്രയും ലൈഫുള്ള ടയറാണ്. ലൈറ്ററാണ്, സ്മൂത്താണ്, ഗ്രിപ്പ് കാണാൻ ഭംഗിയൊന്നും കാണത്തില്ല, പക്ഷേ അടിപൊളി സാധനമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സൈനിങ് ഓഫ് അജീഷ്. താങ്ക്സ് ഫോർ വാച്ചിങ് AS EV Radars.